ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പീഡന പരാതി. താൻ ലൈംഗിക പീഡനത്തിനിരയായി എന്ന് കാണിച്ച് പാലക്കാട് സ്വദേശിനി പരാതി നൽകി. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് യുവതി പരാതി നൽകി. ആന്റണി ജിസ് ജോർജ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം? തീർച്ചയായും ഇപ്പോൾ നേരത്തെ നൽകിയ ഒരു പരാതിയാണ് എന്നുള്ളതാണ് യുവതി പറയുന്നത്. നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് ഈ സി കൃഷ്ണകുമാറിൽ നിന്ന് തനിക്ക് ലൈംഗികമായ ചില അനുഭവങ്ങളുണ്ടായി, പീഡനം നേരിട്ടു എന്നുള്ളതാണ് യുവതിയുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ബി.ജെ.പി. നേതാക്കൾക്കും അതുപോലെ തന്നെ ആർ.എസ്.എസിന്റെ നേതാക്കൾക്കും അടക്കം പരാതി നൽകിയിരുന്നു. പക്ഷേ ആരും ഒരു പരിഹാരവും കണ്ടില്ല, ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഈ യുവതി പരാതിയിൽ പ്രധാനമായും പറയുന്നത്. പാലക്കാട് സ്വദേശിനിയാണ് ഈ യുവതി എന്ന് പറയുന്നത്. അവർ പറയുന്നുണ്ട് വി മുരളീധരൻ അതുപോലെ തന്നെ എം.ടി. രമേശ് അടക്കമുള്ളവർക്ക് നേരത്തെ പരാതി നൽകിയതാണ്. പക്ഷെ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ഇമെയിൽ മുഖേന യുവതി പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും ആ പരാതി ലഭിച്ചതായി രാജീവ് ചന്ദ്രശേഖറിന്റെ ഓഫീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ചികിത്സാർത്ഥം ബംഗളൂരുവിലാണെന്നും അതിനുശേഷം അദ്ദേഹം മടങ്ങി കേരളത്തിലെത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കാമെന്നും ഈ യുവതിയുടെ പരാതിക്ക് മറുപടിയായി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് യുവതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കേരളം ഞെട്ടുന്ന വാർത്തകളൊക്കെ പുറത്തേക്ക് വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അതാണോ ഇത് എന്നുള്ള കാര്യത്തിൽ ഏതായാലും വ്യക്തതയില്ല. ഇത് നേരത്തെയുള്ള സി കൃഷ്ണകുമാറിനെതിരെ നേരത്തെ തന്നെ ഈ യുവതി പരാതി നൽകിയിരുന്നു എന്നാണ് യുവതിയുടെ ഈ പരാതിയിൽ പറയുന്നത്. പക്ഷേ അന്ന് നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും പരാതിയുമായി സംസ്ഥാന പ്രസിഡന്റിനെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പരാതിയിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് സി കൃഷ്ണകുമാർ നൽകുന്ന മറുപടി എന്ന് പറയുന്നത് 2020 ഈ യുവതിയുമായി സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തനിക്ക് അനുകൂലമായ വിധി വരികയും ചെയ്തിരുന്നു. അതിലുള്ള പകയാണ് ഇപ്പോൾ ഈ പരാതിക്ക് പിന്നിൽ, ഈ ലൈംഗിക ആരോപണ പരാതിക്ക് പിന്നിൽ എന്നുള്ളതാണ് സി കൃഷ്ണകുമാർ പറയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വിശദമായ വിശദീകരണം അദ്ദേഹം നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ആരോപണം പൂർണ്ണമായും സി കൃഷ്ണകുമാർ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും യുവതിയുടെ പരാതി ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിന് തന്നെ ലഭിച്ചിരിക്കുന്നു. അത് ലഭിച്ചതായി സംസ്ഥാന പ്രസിഡന്റിന്റെ ഓഫീസ്, രാജീവ് ചന്ദ്രശേഖറിന്റെ ഓഫീസ് സ്ഥിരീകരിക്കുന്നു. അതിന് ഈ പരാതിക്ക് മറുപടിയായി യുവതിക്ക് ഒരു ഇമെയിൽ സന്ദേശവും നൽകിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയാൽ ഉടനെ തുടർ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഈ കത്തിൽ പറയുകയും ചെയ്യുന്നത്. ഏതായാലും നേരത്തെ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. ആർ.എസ്.എസിനും അതുപോലെ തന്നെ ഈ ബി.ജെ.പി. വി മുരളീധരൻ, എം.ടി. രമേശ് അടക്കമുള്ള നേതാക്കൾക്ക് പരാതി നൽകിയെന്നാണ് ആ മെയിലിൽ പറയുന്നത്. പക്ഷേ അന്നും ഒരു നടപടിയും പരിഹാരവും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നാണ് യുവതി പറയുന്നത്. ഇതിൽ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെയാണ് ഈ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. നേരത്തെയുള്ള പരാതി എന്ന് പറയുമ്പോൾ തന്നെയും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതിയായിട്ട് അത് മാറുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ആ പരാതി ഇമെയിലായിട്ട് അയച്ചിരിക്കുന്നതിലൂടെ, അങ്ങനെയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന് അപ്പുറത്തേക്ക് നമുക്കറിയാം, പാലക്കാട് മണ്ഡലത്തിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിരുന്നു സി കൃഷ്ണകുമാർ. അവിടെ വിജയം തൊട്ടരികിൽ നിന്ന് കൈവിട്ടു പോയ ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഈ ആരോപണങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ സി കൃഷ്ണകുമാറിനെതിരെ ഈ പരാതി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത്. പാലക്കാട് നിന്ന് തന്നെയുള്ള ഒരു പരാതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയിലെ പല നേതാക്കൾക്കും കത്ത് നൽകിയിരുന്നു. അന്ന് സംഘടനാ ചുമതലയുണ്ടായിരുന്ന ആൾക്കടക്കം, ദേശീയ നേതൃത്വത്തിലടക്കം ഈ യുവതി നേരിട്ട് കണ്ട് പരാതി നൽകിയെന്നാണ് കത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ മെയിലിൽ പറയുന്നുണ്ട്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സി കൃഷ്ണകുമാറാണ്. അദ്ദേഹം തന്നെ ഇതിന് മുന്നിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം നേരത്തെ തന്നെ ഈ പാർട്ടി പൊസിഷൻ, അദ്ദേഹത്തിൻ്റെ സ്ഥാനം മിസ്യൂസ് ചെയ്തിട്ടുണ്ട് അടക്കമുള്ള ആരോപണങ്ങളാണ് ഈ യുവതി ഈ ആരോപണങ്ങളിൽ ഈ കത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഗൗരവതരമായ ഒരു ആരോപണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം പെട്ടെന്ന് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് പിന്നാലെയല്ല ഈ ആരോപണം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ യുവതി ആ മെയിലിൽ തന്നെ പറയുന്നുണ്ട്, താൻ ആർ.എസ്.എസ് നേതാവ് ഗോപാലൻകുട്ടി മാസ്റ്റർ അടക്കം ആർ.എസ്.എസിന്റെ നേതാക്കളോട് ഈ പരാതി നേരിട്ട് പറഞ്ഞതാണ്. വി മുരളീധരനോടും അതുപോലെ തന്നെ എം.ടി. രമേശിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ മെയിലിൽ പറയുന്നത്. ഏതായാലും വളരെ ഗുരുതരമായ ഒരു പരാതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന പ്രസിഡന്റും അറിയിച്ചിരിക്കുന്നു.
നടപടി ഉണ്ടാവുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ടെങ്കിൽ അത് ഗൗരവമാക്കി എടുക്കേണ്ട ഒന്നാണ്. അതേസമയത്ത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ തനിക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായപ്പോൾ അതിലുള്ള പകയുടെ പേരിലാണ് ഈ ലൈംഗിക പീഡന പരാതി നൽകിയിരിക്കുന്നത് എന്ന് C. കൃഷ്ണകുമാർ പറയുന്നു ഉണ്ടെങ്കിൽ അത് കോടതിയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ആ പരാതി നിലനിൽക്കുന്നു. നേരത്തെ അത് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് തന്നെ യുവതി പരാതി നൽകുന്നുണ്ടെങ്കിൽ ആ പരാതിയുമായിട്ട് തുടരാൻ ആ യുവതി ആഗ്രഹിക്കുന്നു, ആ പരാതി നിലനിൽക്കുന്നതാണ് എന്ന് യുവതി സ്വയം വിശ്വസിക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് കാണേണ്ടി വരുന്നതല്ലേ ആന്റണി ജോർജ്? പുതിയ നേതൃത്വം വന്നപ്പോഴാണ് വീണ്ടും പരാതി നൽകുന്നത്. കാരണം പാർട്ടിയിൽ നിന്ന് ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യുവതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അപ്പോൾ പുതിയ നേതൃത്വത്തിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുതിയ ഈ നേതൃത്വ സംസ്ഥാന പ്രസിഡന്റിന് പരാതി നൽകിയത്. മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം താൻ വലിയ നിലപാടുകളൊക്കെ ഈ C. കൃഷ്ണകുമാർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടതുകൊണ്ട് കൂടിയാണ് ഈ പരാതി നൽകിയതെന്നാണ് യുവതി ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ യുവതി തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ C. കൃഷ്ണകുമാറിന് പറയാനുള്ളത് അറിയാൻ വേണ്ടി കഴിയും. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നിലവിൽ കേരളത്തിലില്ല. അദ്ദേഹം മടങ്ങിയെത്തിയാൽ അദ്ദേഹത്തിന്റെ പ്രതികരണവും ഏതായാലും വരികയും ചെയ്യും. ഏതായാലും കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ ചില സൂചനകളൊക്കെ ഇത്തരത്തിൽ ചില ആരോപണങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ഇത്തരത്തിൽ പരാതിയുണ്ട് എന്നുള്ള കാര്യമൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. പിന്നീട് അത് BJP നേതൃത്വം അതൊരു കുടുംബകാര്യം മാത്രമാണ് എന്ന് പറഞ്ഞത് തള്ളിക്കളയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പരാതി സ്ഥിരീകരിച്ച് സംസ്ഥാന പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നുള്ള മെയിലിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ യുവതി ഇമെയിലായി പരാതി രാജീവ് ചന്ദ്രശേഖറിന്റെ ഓഫീസിൽ അയച്ചിരിക്കുന്നത്. ഇത് പക്ഷേ C. കൃഷ്ണകുമാർ പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്യുകയാണ്. ഇത് വെറും സ്വത്ത് തർക്കം മാത്രമാണ്. സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു പരാതി മാത്രമാണ്. 2023 ഈ സ്വത്ത് തർക്കം ഉണ്ടാകുന്നത്. അന്ന് ആ കേസിൽ കോടതി തനിക്ക് അനുകൂലമായ വിധി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ആരോപണവുമായി യുവതി രംഗത്ത് വരികയും ചെയ്തിരുന്നത്. അന്ന് നേതാക്കൾക്കടക്കം പരാതി നൽകിയിട്ടും അവർ നടപടി സ്വീകരിച്ചില്ലെന്ന് യുവതിയും പറയുന്നു. ഇപ്പോൾ തത്സമയം C. കൃഷ്ണകുമാറിനെ കാണാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കാറിനകത്തിരുന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് C. കൃഷ്ണകുമാർ. ഇത് നേരത്തെ കോടതി തള്ളിയ ഒന്നാണ്. അതിലാണ് ഇപ്പോൾ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെയൊക്കെ, വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്നുള്ള രീതിയിലുള്ള പ്രതികരണം C. കൃഷ്ണകുമാർ നൽകുകയുണ്ടായി. അപ്പോൾ ഒരു ഭാഗത്ത് ആ സ്ത്രീ നൽകിയ പരാതി നിൽക്കുന്നു. ആ പരാതി നിശബ്ദമാണ്. ആ പരാതി നിശബ്ദം എന്ന് പറഞ്ഞാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് ഔദ്യോഗികമായിട്ട് ആ പരാതി നൽകിയിരിക്കുന്നു. അതിനുശേഷം അവർ നിശബ്ദമായിട്ടിരിക്കുന്നു. അതേസമയത്ത് ആ പരാതിയുടെ മേൽ C. കൃഷ്ണകുമാറിൻ്റെ പ്രതികരണങ്ങൾ വരുന്നത് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പുകളുടെ രൂപത്തിലുള്ള വാക്കുകളായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ കോടതി തള്ളിയതാണ് എങ്കിൽ തന്നെയും ഒരു യുവതിക്ക് താൻ ആരിൽ നിന്ന് പീഡനം നേരിട്ടു എന്ന് ആ പെൺകുട്ടി വിശ്വസിക്കുന്നുണ്ടോ, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ പരമോന്നതമായ സ്ഥാനം വഹിക്കുന്ന സംസ്ഥാനത്തെ അധ്യക്ഷന് പരാതി നൽകിയിരിക്കുന്നു. അതിൽ നടപടിയെടുക്കാം, അതിനൊരു മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു സംസ്ഥാന അധ്യക്ഷൻ. ആ രീതിയിൽ ആണ് ഇപ്പോൾ ഈ പരാതി നിലനിൽക്കുന്നത്. ഇതിൻ്റെ പിറകിൽ സന്ദീപ് വാര്യരാണ് എന്ന് C. കൃഷ്ണകുമാർ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. സന്ദീപ് വാര്യരിന് ഇതിലൊരു ഇടപെടൽ നടത്താൻ കഴിയുന്ന അവസ്ഥയുണ്ടോ? സന്ദീപ് വാര്യറിൻ്റെ പ്രസക്തി എന്താണ് ഇതിൽ, ആന്റണി ജോർജ്? തീർച്ചയായും നേരത്തെ ഈ കേസ് തള്ളിയതുമായി ബന്ധപ്പെട്ടുള്ള ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അനുകൂലമായ വിധി ഉണ്ടായി എന്നുള്ളതാണ് ഈ C. കൃഷ്ണകുമാർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ടാണ്. സന്ദീപ് വാര്യർ ഈ BJPയിൽ നിന്ന് പിണങ്ങിപ്പോയതാണ്. മാത്രമല്ല ഈ C. കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ BJP ഉന്നയിക്കുന്നത് സന്ദീപ് വാര്യരുടെ ഒരു പകപോക്കലിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ആരോപണം മാത്രമാണ്. ഇതൊരു അല്ലെങ്കിൽ സന്ദീപ് വാര്യറാണ് ഇതിന് പിന്നിലെന്നുള്ള ഒരു കാര്യമാണ് ഈ BJP ഇക്കാര്യത്തിൽ പറയുന്നത്. ഇന്നലെ തന്നെ ഈ സന്ദീപ് വാര്യർ ചില സൂചനകളൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയൊക്കെ നൽകിയിരുന്നു. ഒരു കോർ കമ്മിറ്റി
അംഗത്തിനെതിരെ ഉയർന്ന പരാതിയിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്തു എന്നുള്ള ചോദ്യമൊക്കെ സന്ദീപ് വാര്യർ ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് വെറും കുടുംബകാര്യം മാത്രമാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് BJP നൽകിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റിന് തന്നെ നൽകിയ പരാതിയുടെ പകർപ്പ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ പരാതി ലഭിച്ചുവെന്ന്, വെറുതെ ഒരു പരാതി നൽകിയെന്നല്ല, കൃത്യമായി തന്നെ ആ പരാതി അവിടെ ലഭിച്ചുവെന്ന് ഈ സംസ്ഥാന പ്രസിഡന്റിന്റെ ഓഫീസ് സ്ഥിരീകരിക്കുകയാണ്. അതിന് മറുപടിയായി ഒരു മെയിൽ തിരിച്ച് ഈ യുവതിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അത്തരത്തിൽ ഈ കൃത്യമായി തന്നെ ഈ ആരോപണം ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ സി കൃഷ്ണകുമാർ പറയുന്ന വാദം അത് അങ്ങനെ ഒരു ആരോപണമില്ല, മറിച്ച് ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യം, ആ വൈരാഗ്യം തനിക്കെതിരെ ഇത്തരത്തിൽ പീഡനാരോപണവുമായി ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ യുവതിയുടെ മെയിലിൽ കൃത്യമായി തന്നെ താൻ ഈ പരാതി പറഞ്ഞ നേതാക്കളുടെ പേരുകൾ പറയുന്നുണ്ട്. അതിലൊന്ന് ഗോപാലൻകുട്ടി മാസ്റ്ററാണ്, RSSന്റെ നേതാവാണ് അദ്ദേഹത്തോട് പോയി പറഞ്ഞു. അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളായ MT രമേശ്, V മുരളീധരൻ അടക്കമുള്ളവരോട് ഈ പരാതി പറഞ്ഞിട്ടുണ്ട്. അന്നെല്ലാം പരിഹരിക്കാം, പക്ഷേ ഒരു പരിഹാരമോ നടപടിയോ അന്ന് ഉണ്ടായില്ല എന്ന് യുവതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഈ കാര്യങ്ങളിലൊക്കെ ഈ വലിയ ആളായി ചവയുന്ന കൃഷ്ണകുമാറിന് എതിരെ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് കൂടി യുവതി ആ മെയിലിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റിന് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നു. ഏതായാലും കൃഷ്ണകുമാർ പറയുന്നത് അതൊരു സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായുള്ള വൈരാഗ്യം മാത്രമാണ് എന്നുള്ള കാര്യമാണ്. മറ്റ് കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിക്കുന്നില്ല. സന്ദീപ് വാര്യർ ആണ് ഇതിന് പിന്നിലുള്ളതെന്നുള്ള ആരോപണം BJP കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ പരാതിക്കാരി ഏത് പാർട്ടിയിലെ വ്യക്തിയാണോ തനിക്കെതിരെ ഈ ആരോപണം ചെയ്തതായിട്ട് ഈ പരാതിക്കാരി വിശ്വസിക്കുന്നത്, ആ പാർട്ടിയുടെ തന്നെ സംസ്ഥാന അധ്യക്ഷന് ഔദ്യോഗികമായിട്ട് പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം ഇതിനകത്തുണ്ട്. ആ പരാതിയുടെ പ്രധാനപ്പെട്ട ഒരു ആദ്യത്തെ വരി എന്ന് പറയുന്നത് തന്നെ ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ബ്രിങ് ടു യുവർ അർജന്റ് അറ്റൻഷൻ, അടിയന്തരമായിട്ടുള്ള അറ്റൻഷൻ വേണ്ടതുണ്ട് എന്നുള്ള, പെട്ടെന്ന് അടിയന്തരമായിട്ട് നടപടിയെടുക്കേണ്ടതുണ്ട്. ഏത് വിഷയത്തിൽ? എ ഡീപ്ലി പെയിൻഫുൾ മാറ്റർ, അങ്ങേയറ്റം ആഴത്തിലുള്ള അഗാധമായിട്ടുള്ള വേദന അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം. ദാറ്റ് ഐ ഹാവ് ബീൻ, അടുത്തത് വ്യക്തമല്ല, അത് അവരുടെ വിവരങ്ങൾ വ്യക്തമാകാതിരിക്കാൻ വേണ്ടി ചില ഭാഗങ്ങൾ മറച്ചിട്ടാണ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഫോർ ഇയേഴ്സ്, വർഷങ്ങളായിട്ട് ഞാൻ അതിനുവേണ്ടി ഇതിലൊരു നീതിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആന്റണി ജെ ജോർജ് ഈ വാർത്ത, ഇപ്പോൾ പരാതിയുമായി ബന്ധപ്പെട്ട ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് സി കൃഷ്ണകുമാർ നടത്തിയ പ്രതികരണങ്ങളൊന്ന് എന്ന് പറയുന്നത് ഇത് പഴയ കേസാണ്, ഇത് പഴയത്, അതായത് 2015-ലും 20-ലും ഇതേ പരാതി ഉന്നയിക്കപ്പെട്ടിരുന്നു, ഇത് പഴയ ഒരു പരാതിയാണ്. പക്ഷേ പഴയ പരാതിയാണ് എന്നത് ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഫോർ ഇയേഴ്സ് എന്ന വാക്ക്, വർഷങ്ങളായിട്ട് ഈ ഒരു കാര്യത്തിൽ നീതിക്ക് വേണ്ടി ഞാൻ അലയുകയാണ് എന്നതാണ് അത്. അപ്പോൾ ഇത് പഴയ പരാതി പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് എന്ന് സി കൃഷ്ണകുമാർ പറയുമ്പോൾ തന്നെയും വർഷങ്ങളായിട്ട് താൻ നീതിക്ക് വേണ്ടി ശ്രമിക്കുകയാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ അയച്ചിട്ടുള്ള ഔദ്യോഗിക ഇമെയിലിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പലതവണ ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. നമുക്ക് ആ കുറിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം അതിൽ ആർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട്, ആരോടൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് ആ യുവതി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ഒരു പരാതി തന്നെ കൃത്യമായി നൽകുകയും ചെയ്യുകയാണ് പുതിയ സംസ്ഥാന പ്രസിഡന്റിന്. ഈ പരാതിയുടെ പഴക്കമല്ല, അല്ലെങ്കിൽ മുന്നേയുള്ള പരാതി എന്നുള്ളതല്ല, ആ യുവതിക്ക് ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ ആ പരാതിയിൽ നിന്ന് പറയുന്നത്. ഇത്രയും കാലം പിന്നിടുന്നു, വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ തനിക്ക് ഈ ദുരനുഭവം സി കൃഷ്ണകുമാറിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ഘട്ടത്തിൽ ഈ നേതാക്കൾക്ക് പരാതി കൃത്യമായി തന്നെ നൽകിയിരുന്നു. MT രമേശിന് പരാതി നൽകിയിരുന്നു. അതുപോലെ തന്നെ RSSന്റെ സ്റ്റേറ്റ് ഓഫീസിൽ RSSന്റെ നേതാവായ ഗോപാലൻകുട്ടി മാസ്റ്റർക്ക് പരാതി നൽകിയിരുന്നു. അതുപോലെ തന്നെ അന്ന് സംഘടനാ ചുമതലയുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറിയായ സുഭാഷിന് പരാതി നൽകിയിരുന്നു. അങ്ങനെ അവരെല്ലാവരും ആ പരാതി നൽകിയ ഘട്ടത്തിൽ പറഞ്ഞത് തങ്ങൾക്ക് ഈ പരാതി ഇതിൽ കൃത്യമായൊരു ആക്ഷൻ ഉണ്ടാകും, തങ്ങൾക്ക് നീതി ലഭിക്കും, അതിനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള ഒരു മറുപടിയൊക്കെ അന്ന് നൽകിയിരുന്നു. പക്ഷേ ആ മറുപടി മാത്രമാണ് അവിടെ ഉണ്ടായത്. ഒരു തരത്തിലുമുള്ള നടപടിയും സി കൃഷ്ണകുമാർ
കൃഷ്ണകുമാറിനെതിരെ ഉണ്ടായില്ല എന്നുള്ളതാണ് യുവതി പറയുന്നത്. പിന്നീട് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിക്കുന്നു, വൈസ് പ്രസിഡന്റായി വരുന്നു. BJPയുടെ അത്തരത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തിയപ്പോഴും ഈ യുവതിയുടെ പരാതി അവർ നേരത്തെയുള്ള പരാതികളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായി തന്നെ ആരോടൊക്കെ പരാതി പറഞ്ഞിരുന്നു എന്നുള്ളത് അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഈ നേതാക്കളിൽ നിന്നടക്കം ഒരു പ്രതികരണവും ഇല്ലാതെ വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് തന്നെ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയാണ് അത് കിട്ടിയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അതായത് പഴയ പരാതിയാണെങ്കിലും ആ പരാതിയിൽ നീതി ലഭിച്ചില്ല എന്ന് യുവതി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ബനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വർഷങ്ങൾക്ക് മുൻപ് ആണ് ഈ സംഭവം നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് തുടങ്ങുകയും ചെയ്യുന്നത്. വർഷങ്ങളായി തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ യുവതി ആ പരാതി തുടങ്ങുകയും ചെയ്യുന്നത്. ഏതായാലും പാലക്കാട് സ്വദേശിനിയായ യുവതിയാണത്. ഏതായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റിന് ഒരു പരാതി ലഭിച്ച ഘട്ടത്തിൽ ഇനി ഇക്കാര്യത്തിൽ നിലപാട് പറയേണ്ടത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. മാത്രമല്ല ഈ നേതാക്കൾ കൂടി ഇക്കാര്യത്തിൽ എന്ത് പ്രതികരണം നടത്തുമെന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ മുതിർന്ന നേതാക്കൾ അന്ന് കേന്ദ്ര മന്ത്രി ആയിരുന്ന ആളാണ് വി മുരളീധരൻ. അതുപോലെ തന്നെ MT രമേശ് BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അതുപോലെ തന്നെ RSSന്റെ നേതാവായ ഗോപാലൻകുട്ടി മാസ്റ്റർ, അദ്ദേഹത്തെ RSSന്റെ എളമക്കരയിലെ സ്റ്റേറ്റ് ഓഫീസിലെത്തി നേരിട്ട് കണ്ടാണ് പരാതി നൽകിയതെന്ന് കൂടി യുവതി പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പരാതി പഴയതാണെന്ന് പറഞ്ഞൊഴിയുമ്പോഴും ആ പരാതി പലതവണ പല നേതാക്കളോടും ചൂണ്ടിക്കാണിച്ചിട്ടും അതിൽ നീതി ലഭിച്ചില്ല എന്ന് കൃത്യമായി തന്നെ യുവതി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് കൂടി ചേരുന്നു. ഡി ബിനോയ്, MT രമേശിനെ പോലെയുള്ള ഉയർന്ന നേതാക്കൾ, വി മുരളീധരനെ പോലെയുള്ള ഉയർന്ന നേതാക്കൾ, വി മുരളീധരൻ ഒപ്പം അന്നത്തെ ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുഭാഷ്, ഗോപാലൻകുട്ടി മാസ്റ്റർ, ഇവരുടെയൊക്കെ അരികിലേക്ക് ഈ സ്ത്രീ പോയിട്ടുണ്ട് പരാതിയുമായിട്ട്. എന്ന് മാത്രമല്ല എറണാകുളത്തെ എളമക്കരയിലെ RSSന്റെ സംസ്ഥാന ഓഫീസിൽ നേരിട്ട് പോയിട്ട് പരാതി നൽകിയിട്ടുണ്ട്. അതിലൊന്നും പരിഹാരമോ നീതിയോ കിട്ടിയിട്ടില്ല. ഇപ്പോഴും തൻ്റെ ഭാഗത്ത് തനിക്ക് അനീതി അനുഭവിക്കേണ്ടി വന്നു, അതിക്രമം അനുഭവിക്കേണ്ടി വന്നു, പീഡനം അനുഭവിക്കേണ്ടി വന്നു C കൃഷ്ണകുമാറിൽ നിന്ന് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇമെയിൽ അയച്ചിരിക്കുന്നത്. ഇത് VD സതീശൻ ഉന്നയിച്ച ആ ഒരു ബോംബ് പൊട്ടലുമായിട്ട് ചേർത്ത് വെക്കാവുന്നതാണോ അല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ പരാതി ഔദ്യോഗികമായിട്ട് പാർട്ടിയുടെ അധ്യക്ഷനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഡി ബിനോയ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇതൊരു പരാതിയായിട്ട് 2014 ഉണ്ടായ ഒരു സംഭവം എന്നാണ് പറയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലും തുടർന്നത് പാലക്കാട് കോടതിയിലുമൊക്കെ ഈ വിഷയം വന്നതാണ്. അതിനുശേഷം ഈ കേസ് C കൃഷ്ണകുമാറിന് അനുകൂലമാവുകയും വിധി അനുകൂലമാവുകയും ചെയ്തു. ഇപ്പോൾ C കൃഷ്ണകുമാർ വാർത്താ സമ്മേളനം തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായി C കൃഷ്ണകുമാർ വ്യക്തമായി ഇപ്പം നേരത്തെ പുറത്ത് കണ്ടപ്പോഴേ പറഞ്ഞു, ഇത് തനിക്കെതിരെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമം ചാനലിനെതിരെ ഡിഫോമേഷൻ കേസ് കൊടുക്കും എന്ന്, മാനനഷ്ട കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന്